ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8 ശ്ലോകം 3. ശ്രീഭഗവാനുവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മമുച്യതേ ഭൂതഭാവോദ്ഭവകരോ വിസർഗകർമ്മ സംജ്ഞിതഃ. പരമമായ ബ്രഹ്മമാകുന്നു അക്ഷരം. സ്വഭാവം അധ്യാത്മമെന്ന് പറയപ്പെടുന്നു. ഭൂതഭാവങ്ങളുടെ ഉദ്ഭവത്തെ ചെയ്യുന്ന വിസർഗം കർമ്മം എന്ന പേരോടൊത്തതാകുന്നു. ഇവിടെ അർജുനൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഭഗവാൻ ഒറ്റ വാക്കില് ഉത്തരം പറയുകയാണ്. പക്ഷെ ഇതിനെ വിസ്തരിച്ചു തരുന്നത് ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിലൂടെയാണ്. ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യം അതാണ്, കിം തദ് ബ്രഹ്മ, എന്താണ് ആ ബ്രഹ്മം? അതിന് ഉത്തരം പറഞ്ഞു, അക്ഷരം ബ്രഹ്മ പരമം, പരമമായ അക്ഷരമാകുന്നു ബ്രഹ്മം. അക്ഷരം എന്ന് പറഞ്ഞാൽ നക്ഷരതി ഇതി പരമാത്മാ, ക്ഷരിക്കാത്തത്, നശിക്കാത്തത് എന്നാണ് അക്ഷരം എന്ന് പറഞ്ഞാല്. അപ്പൊ ഉണ്ടായതൊക്കെ നശിക്കുമെന്ന് നമുക്കറിയാം. നശിക്കുന്നത് യാതൊന്നുണ്ടോ അതൊക്കെ ഉണ്ടായതുമാണ്. നശിക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടായതുമാവില്ല, അതൊട്ട് കാണുന്നതുമല്ല. കാണപ്പെടുന്നതെല്ലാം ഉണ്ടായതാണ്, ഉണ്ടായതൊക്കെ നശിക്കുന്നതാണ്, നശിക്കുന്നതൊക്കെ ഉണ്മയല്ല, അസ്തിത്വമല്ല. ഉണ്മയോട്ട് കാണാനും പറ്റില്ല. ഈ ഉണ്ടാവലുകൾക്കും നശിക്കലുകൾക്കുമെല്ലാം അടിസ്ഥാനമായ യാതൊരു ഉണ്മയുണ്ടോ അത് ഉണ്ടാവുന്നില്ല, അത് നശിക്കുന്നില്ല, അത് നിത്യമാണ്, അത് സത്യമാണ്. ഈ അടിസ്ഥാന സത്യത്തിലാണ് അഥവാ ഉണ്മയിലാണ് എല്ലാ ഉണ്ടാവലുകളും നശിക്കലുകളും നടക്കുന്നത്. അതിനെയാണ് ഇവിടെ അക്ഷരം ബ്രഹ്മം എന്ന് പറഞ്ഞത്. അക്ഷര ശബ്ദം കൊണ്ട് ഉപദേശിച്ചത്. അക്ഷരം ഇതി പരമാത്മാ. ഇപ്പോ തൈത്തിരീയോപനിഷത്തിൽ ഇതിന് ഒരു മന്ത്രമുണ്ട്. യദോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി. ഈ സർവചരാചരങ്ങളായ ഭൂതങ്ങളും യാതൊരു അടിസ്ഥാന കാരണത്തിൽ നിന്നാണോ ജനിക്കുന്നത്, ആ ജനിച്ചവയെല്ലാം തന്നെ എവിടെ എന്തുകൊണ്ടാണോ ജീവിക്കുന്നത്, ഒടുവിൽ അതൊക്കെ യാതൊന്നിലേക്കാണോ ചെന്നു ചേരുന്നത് അഥവാ വിലയിക്കുന്നത്, അത് എന്താണെന്ന് വിശേഷിച്ചറിയുന്നതിന് നീ ഇച്ഛിക്കൂ. അതാകുന്നു ബ്രഹ്മം എന്നാണ് ഈ ഉപനിഷത്ത് മന്ത്രത്തിന്റെ അർത്ഥം. അടുത്തത് ചോദിക്കുന്നത്, കിം അധ്യാത്മം, അധ്യാത്മം എന്നതായിരുന്നു രണ്ടാമത്തെ സംശയം. പറയാണ്, സ്വഭാവഃ അധ്യാത്മമുച്യതേ, സ്വഭാവമാണ് അധ്യാത്മം എന്ന് പറയപ്പെടുന്നത്. എന്താണ് നമ്മുടെ സ്വഭാവം? നമ്മളൊക്കെ സാധാരണ വ്യവഹരിക്കുന്നത് ഞാൻ പുരുഷൻ, ഞാൻ സ്ത്രീ, ഞാൻ ബ്രഹ്മചാരി, ഞാൻ സന്യാസി, ഞാൻ ഗൃഹസ്ഥൻ, ഞാൻ ഉന്നത കുലജാതൻ, ഞാൻ വെളുത്തത്, ഞാൻ തടിച്ചത്, ഞാൻ കറുത്തത്, ഇങ്ങനെയൊക്കെ നമ്മൾ വ്യവഹരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഈ ഭാവങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ സ്വഭാവമല്ല, അതായത് സ്വന്തം ഭാവമല്ല. അതൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിമാനമാണത്. അഭിമാനിക്കുകയാണ്. അപ്പൊ ഈ ശരീരവും അതിലെ അംഗങ്ങളും അവയവങ്ങളും ഒക്കെ എൻ്റേതാണ്, അത് ഞാനല്ല എന്നുള്ള ബോധം കൊച്ചു കുട്ടികളിൽ പോലും നമുക്ക് നിരീക്ഷിച്ച് കാണാൻ പറ്റും.
ഒരു കുട്ടീനോട് കാലിൽ തൊടാൻ പറഞ്ഞു. കുട്ടി കാലിൽ തൊട്ടു. ഞാൻ ചോദിച്ചു, എൻ്റെ കാലിനല്ലേ തൊട്ടത്, എന്നെ തൊടുന്നേ? കയ്യിന് തൊട്ടു. കയ്യിനല്ലേ തൊട്ടത്, എന്നെ തൊടൂ. ഞാൻ കുട്ടി എവിടെ തൊട്ടാലും ഞാൻ പറയും എന്നെ തൊടൂ. എൻ്റെ അംഗങ്ങളെ എനിക്ക് പറയാൻ പറ്റൂ. അവയൊക്കെ എൻ്റെകളാണ്, ഞാനല്ല. എൻ്റേതൊന്നും ഞാനല്ല. എൻ്റെ പുസ്തകം, എൻ്റെ ഫോണ് എന്നൊക്കെ പറയുന്നത് പോലെ എന്നിൽ നിന്ന് അന്യമായതിനെയാണ് ഞാൻ എൻ്റെ എന്നുള്ള വ്യവഹാരത്തിൽ പറയുന്നത്. അതേ ഗണത്തിലാണ് എൻ്റെ ശരീരം, എൻ്റെ ഇന്ദ്രിയങ്ങൾ, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ മനസ്സ്, ഞാൻ ബുദ്ധി, ഞാൻ ശരീരം എന്നും ആരും പറയാറില്ല. അപ്പോൾ എന്നിൽ നിന്ന് അന്യമാണ് ഇത് എന്നൊക്കെ നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ എന്താണ് ഞാൻ? എല്ലാറ്റിനും സാക്ഷിയായി നിലകൊള്ളുന്ന അത് യാതൊന്നാണ്. സാക്ഷി എന്ന് പറയുമ്പോൾ സാക്ഷാദീക്ഷതേ ഇത് സാക്ഷി. എല്ലാറ്റിൽ നിന്നും മാറി നിന്ന് രണ്ട് പക്ഷത്തും ചേരാതെ വീക്ഷിക്കുന്ന ആളേതോ അതാണ് സാക്ഷി. ഈ ശരീരവും ശരീര സംഘാതങ്ങളിൽ നിന്നും വേർതിരിച്ച് എല്ലാറ്റിനെയും അറിയുന്ന ഒരു ഞാനുണ്ട്. എൻ്റെ 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 എന്നുള്ളതിനെ അറിയുന്ന ഒരു ഞാനുണ്ട്. ആ ഞാനാര്? അപ്പം സ്വസ്യഭാവം സ്വഭാവം, അതിന് പറയുന്ന പേരാണ് ഏത്? സ്വഭാവം. ആ വീക്ഷിക്കുന്നവന് പറയുന്ന പേരാണ്. എൻ്റെകളെ മുഴുവൻ വിട്ടുനിന്ന് വീക്ഷിക്കുന്ന ആ ഞാനെന്ന ഭാവത്തിന് പറയുന്ന പേരാണ് സ്വഭാവം. തസ്യേവ പരസ്യ ബ്രഹ്മണ പ്രതിദേഹം പ്രത്യേകാത്മഭാവ സ്വഭാവ എന്ന് അതിന് നിർവചനം തന്നിട്ടുണ്ട്. അപ്പോൾ ദേഹമുള്ള എല്ലാവർക്കും, അത് ആരോ ആയിക്കോട്ടെ, സന്യാസി ആയിക്കോട്ടെ, ഗൃഹസ്ഥനായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ദേഹം എടുത്ത ആളുകൾക്ക് മുഴുവൻ ദേഹത്തിൽ അഭിമാനമുണ്ട്. അതിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവുമായിരിക്കാം, എന്നാലും അവിടെ ദേഹാഭിമാനമുണ്ട്. ഈ ദേഹാഭിമാനത്തിൻ്റെ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രകാശിക്കുന്നതാണെന്ന് കണ്ടെത്തലാണ് മുഖ്യം. അത് സ്ഥൂലദേഹത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനല്ല, മജ്ജ അസ്ഥി മാംസ മലമൂത്ര പാത്രമാകുന്ന ദേഹത്തിൻ്റെ ഉള്ളിലേക്കല്ല പോകേണ്ടത്. ധ്യാനത്തിൽ അവസ്ഥിതമായ മനസ്സുകൊണ്ട് സൂക്ഷ്മമായി ചിന്തിച്ചിട്ട് അത്യന്ത സൂക്ഷ്മമായി ഒരു തലത്തുനിന്ന് ഞാനെന്ന് സ്ഫുരിക്കുന്നത് കണ്ടെത്തണം. ഇതിനെയാണ് നമ്മൾ പ്രത്യേകാത്മഭാവം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. പ്രത്യേക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്നർത്ഥം. സ്ഥൂലമായിട്ട് പോയിട്ട് കാര്യമില്ല. ഈ ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല. ബുദ്ധിക്കും ഉപരിയായിട്ടുള്ളത് എന്തോ അതെന്താണെന്ന് അന്വേഷിക്കുന്നു. അപ്പം ഇതിനെയൊക്കെ നോക്കിക്കാണുന്ന ആ സ്ഫുരിക്കുന്നത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അതിനെ കണ്ടെത്തുമ്പോൾ അതാണ് പ്രത്യേകാത്മഭാവം, പ്രത്യേകാത്മാവ്. ഈ പ്രത്യേകാത്മഭാവത്തെ ഞാൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, അത് ബ്രഹ്മം തന്നെയാണ് എന്ന്. അത് ബ്രഹ്മത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അപ്പം ശരീരത്തെ അടിസ്ഥാനമാക്കി ആപേക്ഷികമായിട്ട് ചിന്തിക്കുമ്പോൾ പറയപ്പെടുന്ന പ്രത്യേകാത്മഭാവം തന്നെയാണ് ശരീരത്തിൻ്റെ അപേക്ഷയിലല്ലാതെ പറയപ്പെടുന്ന ബ്രഹ്മം എന്നുള്ളത്. രണ്ടും വേറെയല്ല എന്ന് മനസ്സിലാവും. വ്യഷ്ടിഭാവത്തിൽ കാണപ്പെടുന്നത് സമഷ്ടിഭാവത്തിൻ്റെ ഭാവം തന്നെയാണ്, അത് തന്നെയാണ്, അല്ലാതെ വേറെ ഇല്ല. വ്യഷ്ടിഭാവം വേറെ ഇല്ല എന്ന് മനസ്സിലാവും. ഇങ്ങനെ ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ സംഘാതം തൻ്റേതാണെന്നും താനല്ലെന്നും ആരാണോ സൂക്ഷ്മ വിചാരത്തിൽ ഗ്രഹിക്കുന്നത്, ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ജാഗ്ര സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ നമുക്കൊക്കെ ഉള്ളതാണത്. ഇപ്പം ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നല്ല സന്തോഷമായിട്ട് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു, വിശപ്പ് മാറി, ഞാൻ ഉറങ്ങി. സ്വപ്നത്തിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായിട്ടാണ് എനിക്ക് അനുഭവം, വിശന്ന് വലയുകയാണ്. സുഷുപ്തിയിലോ ഞാൻ ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങി. ഇവിടെയൊക്കെ ജാഗ്രതത്തിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചതും ഞാനാണ്, സ്വപ്നത്തിൽ ഞാൻ
വിശന്ന് വലഞ്ഞതും ഞാൻ തന്നെയാണ്. സുഷുപ്തിയിൽ അറിയുന്നില്ല അജ്ഞാനം കൊണ്ട്. സുഷുപ്തി കഴിഞ്ഞ് ഉണരുന്ന ഞാൻ ക്ഷീണമില്ലാതായി എന്നതിൻ്റെ അനുഭവമാണ്, അതും ഞാൻ തന്നെയാണ്. അപ്പം ഈ മൂന്നവസ്ഥകളിലും മാറാതെ ഒരു ഞാനുണ്ട്. ഈ മാറുന്ന ഭാവങ്ങൾക്കൊക്കെ മാറാത്തൊരധിഷ്ഠാനമുണ്ട്. ഇതുപോലെ അപ്പം സ്വപ്നത്തിലുള്ള ഞാനെന്നുള്ള അനുഭവവും സ്വപ്നദശയിലുള്ള ഞാനെന്നുള്ള അനുഭവവും സുഷുപ്തിയിൽ ഞാനെന്നുള്ള അഥവാ അത് കഴിഞ്ഞിട്ട് ഉണരുമ്പോൾ ഉണ്ടാവുന്ന അനുഭവവും ഒക്കെ ഞാൻ ഏകനാണ്. അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അനുഭവിച്ചത് ഞാൻ തന്നെയാണ്. അനുഭവമാണുള്ള ഏറ്റവും വലിയ ഗുരു. അപ്പം അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിലും അനുഭവിച്ചവൻ ഞാൻ ഏകനാണ്. ഇതേപോലെ തന്നെ വേറൊന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും പ്രിയം ആരോടാണ്? ഭാര്യയോ ഭർത്താവോ കുട്ടിയോ ഒക്കെ അടുത്തുള്ളപ്പോൾ നമ്മൾ പറയുക അവരോടാണെന്നൊക്കെ. പക്ഷെ വാസ്തവത്തിൽ നമ്മളോട് തന്നെ ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നോട് തന്നെയാണ്. അതിൻ്റെ എത്രയോ തുച്ഛമാണ് എനിക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹമൊക്കെ. അപ്പം അത് ഏതെന്നോടാണ് ഇഷ്ടം? ഇപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ നിലനിൽക്കണമെങ്കിൽ, നിങ്ങൾ മരിക്കാതിരിക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് കഴിച്ചേ പറ്റൂ. പക്ഷെ കഴിച്ചാൽ നിങ്ങൾക്ക് കണ്ണ് ചിലപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് വരും. ആദ്യമൊക്കെ നമ്മൾക്കൊരു മടി ഉണ്ടാവും അത് കഴിക്കാൻ. പിന്നെ ഡോക്ടർ നിന്ന് ഞാൻ ഉണ്ടാവുമല്ലോ, എന്നാലും കണ്ണ് പോയാലും വേണ്ടില്ല, ഞാൻ ഉണ്ടായാൽ മതി എന്ന് പറയും. നമ്മളത് സമ്മതിച്ചു കൊടുക്കും. അല്ലെങ്കിൽ മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പഴുപ്പ് കയറി കാലിനെന്ന് വിചാരിക്കുക, കാല് മുറിച്ചേ പറ്റൂ. കാല് മുറിച്ചില്ലെങ്കിലോ നിങ്ങൾ മരിച്ചു പോകും. ആ ഒരു ഘട്ടത്തിൽ ആദ്യമൊന്നും നമ്മൾ സമ്മതിക്കില്ല. ആ ഘട്ടം വന്നാൽ കാല് പോയാലും വേണ്ടില്ല, കാലില്ലാത്ത എത്ര ആൾക്കാർ നടക്കുന്നുണ്ട് വെപ്പുകാലൊക്കെ വെച്ചിട്ട്, എന്നാലും ഞാൻ ഉണ്ടായാൽ മതി എന്ന് പറയും. അപ്പോൾ വാസ്തവത്തിൽ ഈ അംഗങ്ങളും ശരീരവും ഒന്നുമല്ല ഞാൻ. പിന്നെ എന്താണ് ഞാനെന്ന് നമ്മൾ അന്വേഷിച്ച് പോയാൽ എത്തിച്ചേരുന്നത് എവിടെയാണോ, നിരൂപണം ചെയ്താൽ എവിടെയാണോ, അതാണ് ബ്രഹ്മം, അതാണ് ആനന്ദം. അതിനാണ് ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഉപാധികളെ മുറിച്ചും നീക്കിയും ഉപേക്ഷിച്ചാൽ പോലും നമ്മൾ നിലനിർത്താൻ പരിശ്രമിക്കുന്നത് എന്തിനെയാണ്? അത് ഞാനാണ്. ആ ഞാനിനെ അറിയുമ്പോൾ അത് ആനന്ദമാണ്, ആനന്ദപ്രദമാണത്. ഇതിലേക്കാണ് എനിക്ക് ഏറ്റവും പ്രിയം എന്ന് സൂക്ഷ്മചിന്തനം ചെയ്താൽ അറിയാൻ പറ്റും. ഇത് സുഷുപ്തിയിലും കാണിച്ചു തരുന്ന അതാണ്. സുഷുപ്തിയിൽ ആനന്ദം മാത്രമേ ഉള്ളൂ. അവിടെ ഉറക്കത്തിൽ ഉറങ്ങുന്നത് വരെ ചിലപ്പോൾ ഡോറഫ്ലെക്സ് കിടക്കുകയോ ഫാനോ ഒക്കെ വേണ്ടി വരും നമുക്ക്. പക്ഷെ ഉറക്കത്തിൽ ഒന്നും വേണ്ട, ഉറങ്ങുന്നത് വരെ വേണ്ടു. ഉറക്കത്തിൽ രാജാവും തെണ്ടിയും തുല്യമാണ്. ആരും എൻ്റെ കൂടെയില്ല, ഒന്നും എൻ്റെ കൂടെയില്ല, ദേഹം പോലും എൻ്റെ കൂടെ ബോധമില്ല. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ തന്നെ എനിക്ക് സുഖം. ആ ഒറ്റയ്ക്കാവുക എന്ന് പറയുമ്പോൾ ഏത് ഞാൻ? ആ സൂക്ഷ്മമായി ചിന്തിച്ചിട്ട് ഞാൻ ആരാണെന്നറിഞ്ഞാൽ ആ അനുഭവത്തെ നമുക്ക് നിത്യവും പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതി. അപ്പോൾ സുഷുപ്തിയിലൂടെ നമുക്കൊരു പാഠം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതൊന്നും അല്ല കേട്ടോ, ആനന്ദം ഇവിടെ ഒന്നും അല്ല, അതൊക്കെ തുച്ഛങ്ങളാണ്. ഏറ്റവും പരമമായ ആനന്ദം തന്നിൽ തന്നെ താനായി അറിയുമ്പോഴാണ് എന്ന്. ഇതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഞാൻ എന്നുള്ളത് ആ ബോധത്തോടു കൂടി ശരീരം തുടങ്ങിയ ഉപാധികളോട് ചേർച്ച വരുമ്പോഴാണ് നമുക്ക് ഭേദബുദ്ധി ഉണ്ടാവുന്നത്. ഞാൻ ആരാന്നറിയില്ലേ? ഞാൻ ഇന്നാളാണ്, മറ്റേ ആൾ വേറെ ആൾ. ഇങ്ങനെ ഭേദങ്ങളൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ പല വിധത്തിൽ ഭേദങ്ങളുണ്ട്. മനുഷ്യനിൽ തന്നെ പല ഭേദങ്ങൾ, ഭേദങ്ങളിൽ വീണ്ടും ഭേദങ്ങൾ, ജാതീയമായിട്ടും മതപരമായിട്ടും ഒക്കെ 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 പല ഭേദങ്ങളുണ്ടാവും. ഈ ഭേദങ്ങളൊന്നും ഞാൻ എന്നതിലില്ല. അപ്പോൾ ഈ ദേഹോപാധിയുമായി സംബന്ധമുള്ളതാണെന്ന് തോന്നിക്കുന്ന അഥവാ കാണപ്പെടുന്ന ആ ജീവഭാവം ഉണ്ടല്ലോ, അതിനെയാണ് സ്വഭാവം എന്ന് പറയുന്നത്.
ഈ സ്വഭാവത്തെയാണ് അധ്യാത്മം എന്ന് പറയുന്നത്. ഇതിനെ ബ്രഹ്മമെന്നും അധ്യാത്മമെന്നും പറയുന്നുണ്ട്. ലക്ഷ്യാർത്ഥത്തിൽ ഒന്ന് തന്നെയുള്ളൂ. ബ്രഹ്മം എന്ന് പറഞ്ഞാലും അധ്യാത്മം എന്ന് പറഞ്ഞാലും സ്വഭാവം എന്ന് പറഞ്ഞാലും ഒക്കെ വാസ്തവത്തിൽ ഒന്നാണ്. ഉപാധി ഭേദത്തോടു കൂടി പറയുമ്പോഴാണ് വ്യത്യസ്തങ്ങളായ പേരുകൾ വരുന്നത്. എന്നിട്ട് പറയാണ്, അടുത്തത് പറയാണ്, ഭൂതഭാവോദ്ഭവകര വിസർഗ കർമ്മ സംഹിത. ഇവിടെ ഭൂതങ്ങൾ എന്നുള്ളതിന് ജീവങ്ങൾ എന്നാണ് അർത്ഥം. കാരണം സംസ്കാര വിശേഷത്തിനനുസരിച്ചാണ് ഓരോ ദേഹവും എടുക്കുന്നത്. ഈ ദേഹത്തിൻ്റെ ഒക്കെ ഭാവത്തിന് കാരണമായിരിക്കുന്ന, ഉത്ഭവത്തിന് കാരണമായത് എന്താണ്? അതിനെയാണ് ഇവിടെ ഭൂതഭാവോദ്ഭവകര എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഇതൊക്കെ, ഈ ഭൂതഭാവങ്ങളൊക്കെ പ്രകടമാവുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിനെയാണ് ഇവിടെ വിസർഗം എന്ന് പറയുന്നത്. ഈ വിസർഗമാണ് കർമ്മം. വിസർഗം എന്ന് പറഞ്ഞാൽ ഈ ദേവതകളെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പായസം, നിവേദ്യം തുടങ്ങിയവയൊക്കെ യജ്ഞങ്ങളിൽ സമർപ്പിക്കുന്നുണ്ട്. അതായത് വൈദിക യജ്ഞങ്ങളിൽ നമ്മുടെ മമഭാവങ്ങളെ മുഴുവൻ യജ്ഞകുണ്ഡത്തിലേക്ക്, അഗ്നിയിലേക്ക് മന്ത്രപുരസ്കരം അങ്ങനെ അർപ്പിക്കുക. ഇത് ഞാനല്ല, ഇതെൻ്റേതാണ്, ഇത് ഞാനല്ല, ഇതെൻ്റേതാണ് എന്നുള്ള നിരന്തരമായ ആ അഗ്നിയിലേക്ക്, നെയ്യ് അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നത് പോലെ ആ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്ന, വിധിപ്രകാരം ചെയ്യുന്ന ദേവതകളെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള അതിനെയാണ് ഇവിടെ വിസർഗം എന്ന് പറയുക. അപ്പം ഇങ്ങനെയുള്ള യജ്ഞത്തെയാണ് ഭൂതഭാവോദ്ഭവകരമായ വിസർഗം എന്ന് പറയുന്നത്. അപ്പോൾ ജീവങ്ങൾ വാസ്തവത്തിൽ ഉണ്ടാക്കപ്പെടുന്നതല്ല. ജീവൻ വാസ്തവത്തിൽ പരമാത്മാവിൽ നിന്ന് വേറെയുമല്ല. പരമാത്മാവിൻ്റെ പ്രാതിഭാസിക ചൈതന്യം, പ്രതിഫലനമാണ് ജീവൻ എന്ന് പറയാം. പക്ഷേ ഈ അവിദ്യാഭാവത്തിലാണ് ഒരേ ഒരു സൂര്യൻ കണ്ണാടിയിൽ പ്രതിഫലിച്ച സൂര്യനെ പോലെ അത് സത്യമെന്നോണം അവിദ്യയിൽ, അജ്ഞാനത്തിൽ പ്രതിഫലിപ്പിച്ചപ്പോൾ കാണപ്പെട്ട ഭാവമാണ് ജീവഭാവം. പക്ഷെ അതിന് പ്രകടമാവണമെങ്കിൽ എന്ത് വേണം? ഒരു പ്രതലം വേണം. കണ്ണാടിയെ പോലെ ശരീരസംഘാതമാണ് ഇവിടുത്തെ പ്രതലം. ഈ സംഘാതത്തെ, ഈ ശരീരത്തെ ഉത്ഭവമായിട്ട് പറയപ്പെടുന്നത്, അതിന് വിത്തായിട്ട് പറയപ്പെടുന്നത്, ഉത്ഭവമായിട്ട് പറയപ്പെടുന്നത് യജ്ഞമാണ്. എങ്ങനെയാണ് അതിന് ഈ ഭൂതഭാവോദ്ഭവത്തിന് യജ്ഞം കാരണമായി തീരുന്നത്? വൃഷ്ട്യാതിക്രമേണ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴ തുടങ്ങിയവയിൽ യഥാകാലം മഴക്കാലത്ത് മഴ കിട്ടണം. അപ്പോൾ മഴ, നമ്മൾ പറയും പ്രാവശ്യം മഴ കുറവാണെന്ന് പറഞ്ഞാൽ മഴ കരയിൽ കുറവാണ്, കടലിൽ കൂടുതലാണ്. ചില കാലത്ത് കടലിൽ കുറവാണ്, കരയിൽ കൂടുതൽ, അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവും. എന്തായാലും 6 മാസം കൊണ്ടല്ല, 4 മാസം കൊണ്ട്, 8 മാസം കൊണ്ട് സൂര്യൻ തൻ്റെ രശ്മികളാകുന്ന കൈകളെ കൊണ്ട് കൊണ്ടുപോയത് 4 മാസം കൊണ്ട് ഭൂമി ഇങ്ങോട്ട് താഴ്ത്തിക്ക് ഇടുക തന്നെ ചെയ്യും. ഒരിക്കലും അവിടെ എടുത്തേക്കില്ല. ഈ ഒരു യജ്ഞം നടക്കുന്നതായിട്ടാണ് ഋഷി കാണുന്നത്. അതുപോലെ മഴ തുടങ്ങിയിട്ട് അങ്ങനെ മഴ യഥാകാലം മഴ കിട്ടുമ്പോൾ അതിൽ നിന്ന് സസ്യലതാദികൾ ഉണ്ടായിട്ട് ആ സസ്യങ്ങളിൽ നിന്നുണ്ടാവുന്ന അന്നം കഴിച്ച് അതിൽ നിന്നുണ്ടാവുന്ന വീര്യം ആ ശുക്ല അണ്ഡരൂപത്തിൽ പരിണമിച്ചിട്ട് ഓരോ ശരീരങ്ങളും ഉണ്ടാവുന്നു. ഇത് പ്രകൃതിയുടെ ഒരു വികൃതിയാണ്. അങ്ങനെയാണ് സർവഭൂതങ്ങളും ഉണ്ടാവുന്നത്.
ഈ ഒരു യജ്ഞസങ്കല്പത്തിൽ ജീവിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് യജ്ഞത്തിലാണ് എന്ന വേദവീക്ഷണത്തെ നമ്മൾ കാണുമ്പോൾ അതിനാണ് ഇവിടെ പറയുന്നത് ഭൂതഭാവോദ്ഭവകരമായ വിസർഗലക്ഷണമായ യജ്ഞമാകുന്നു കർമ്മം. അല്ലാതെ ഇതിൻ്റെ ഫലം എനിക്ക് കിട്ടണം, ഇത് ഞാൻ ചെയ്യുന്നതാണ് എന്നുള്ള ഭാവത്തോടുകൂടി ചെയ്യുന്ന ഒന്നും തന്നെ കർമ്മമല്ല. കർമ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണ ബുദ്ധിയ ഈ പ്രകൃതി നിലനിൽക്കണമെങ്കിൽ അതിന് കാരണമായ ഈശ്വരാർപ്പണ ബുദ്ധിയ യജ്ഞഭാവത്തോടുകൂടി ചെയ്യപ്പെടുന്നതിനെ മാത്രമാണ് കർമ്മം എന്ന് പറയുക എന്നാണ് ഇവിടെ പറഞ്ഞതിന് അർത്ഥം. ഞാൻ ചുരുക്കി പറഞ്ഞാൽ അക്ഷരം പരമം ബ്രഹ്മ, നാശരഹിതവും അതായത് മാറ്റമില്ലാത്തതും എന്നാൽ ഉത്കൃഷ്ടമായതും ഈ നശ്വരമായതിന് മുഴുവൻ നശ്വരമല്ലാത്ത സത്യവുമായിരിക്കുന്ന വസ്തു യാതൊന്നോ അതാണ് ബ്രഹ്മം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് അധ്യാത്മമാണ്. ഓരോ ശരീരത്തിലും വേറെ വേറെ എന്ന ഭാവത്തോടു കൂടി നിലകൊള്ളുന്നതെന്തോ ആ ജീവാത്മഭാവത്തെയാണ് അധ്യാത്മം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു ഭൂതഭാവോദ്ഭവകര വിസർഗ കർമ്മ. കർമ്മം എന്ന് പറയുന്നത് ദേഹാധ്വാനത്തിനെ അല്ല, അത് സർവചരാചരങ്ങളുടെയും നന്മയ്ക്ക് പരോപകാരാർത്ഥമായിട്ട്, കാരണം ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാതും ഒരു യജ്ഞഭാവത്തോടെയാണ്. അവയൊന്നും അവയ്ക്ക് വേണ്ടിയിട്ടല്ല നിലകൊള്ളുന്നത്, ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടാണ് തൻ്റെ നിലനിൽപ്പ്. അതിന് വ്യത്യസ്തനാവുന്ന മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ടാണ് ആഗോള താപനത്തിനൊക്കെ കാരണമാകുന്നത് മനുഷ്യനാണ്. മറ്റെല്ലാ സസ്യങ്ങളും എല്ലാം പറവകളും എല്ലാം സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ അല്ല അവർക്കുള്ളത്. സ്വാർത്ഥ താല്പര്യത്തെക്കാൾ ഉപരി അവർ ഈ പ്രപഞ്ചത്തെ കൂടി നിലനിർത്തുന്നുണ്ട്. പക്ഷെ സ്വാർത്ഥ താല്പര്യം ആവുമ്പോൾ ഈ പ്രപഞ്ചം നിലനിൽക്കില്ല. നമുക്ക് വേണ്ടി മാത്രമാവുമ്പോൾ എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന ഒരു ഒന്നായി നമ്മൾ മാറും. അതുകൊണ്ട് യജ്ഞഭാവത്തിൽ ഇതെല്ലാം ഭഗവാന്റേതാണ്, അതിനെ നിലനിർത്തിക്കൊണ്ട് വേണം തൻ്റെ സുഖത്തെ ഇച്ഛിക്കാൻ എന്ന ബോധത്തോടു കൂടി ചെയ്യപ്പെടുന്ന ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യപ്പെടുന്ന കർമ്മത്തെയാണ് യജ്ഞം എന്ന് പറയുന്നത്. ആ യജ്ഞമാണ് കർമ്മം. എന്നിട്ട് ഈ ഭാഗം ഈ ഒരു രണ്ട് ശ്ലോകത്തിൻ്റെ ഈ ഒരു മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടെ പറഞ്ഞിട്ട് നാലാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അതിഭൂതം എന്നൊക്കെ പറഞ്ഞിട്ട് അതിഭൂതം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് അത് നമുക്ക് അവിടെ പഠിക്കാം.